ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്ത് ലോകം മുഴുവനായിട്ട് ഇരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരും ഏത് സ്ഥലത്തിരുന്നാണോ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്, ആ സ്ഥലത്തെയും ഈ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെല്ലാവരെയും യേശുവിന്റെ ക്രൂശിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ തടസ്സം നിൽക്കുന്ന ഞങ്ങളുടെ ചിന്തകൾ, ദുഷ്ടശക്തികൾ, പൈശാചിക ബാധകൾ, ബന്ധനങ്ങൾ, കെട്ടുകളെല്ലാം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഇവരൊരു അനുഗ്രഹമായി തീരുന്ന ഒരു സമയമാകട്ടെ. ഞങ്ങളുടെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സമാധാനം എക്കാലത്തും അനുഭവിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്ന നിന്റെ കരുതലിനും കരുണയ്ക്കുമായിട്ട് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ചിന്ത. 3 കാര്യങ്ങളാണ് ഈ വ്യക്തിയെ അലട്ടിയിരുന്നത്. ഒന്നാമത്തേത്, അദ്ദേഹം ഒരു രോഗിയാണ് എന്നുള്ളത്. വളരെ മാരകമായ അല്ലെങ്കിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗത്തിന്റെ അടിമയാണ് അദ്ദേഹം, രോഗിയാണ് എന്നുള്ളത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, അദ്ദേഹത്തെ സഹായിപ്പാനായിട്ട് ആരുമില്ല. അദ്ദേഹത്തെ ആ കുളത്തിൽ വെള്ളം കലങ്ങുമ്പോൾ അതിലേക്ക് ഇറങ്ങിയാൽ സൗഖ്യം കിട്ടും. പക്ഷെ 38 വർഷക്കാലമായിട്ട് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ആരുമില്ല. മൂന്നാമത്തത്, വർഷങ്ങളായിട്ട് നടത്തിയ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടതിന്റെ നിരാശ. 3 കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകും. രോഗം, അതുപോലെയുള്ള ബലഹീനതകൾ നമ്മെ അലട്ടുന്നുണ്ടാകും. അതുപോലെ തന്നെ നമ്മെ ഉപദേശിക്കുവാനോ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു തരാനോ നമ്മെ സ്നേഹിക്കുന്ന ആരുമില്ല എന്നുള്ള ചിന്ത അനുഭവിക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ എന്ത് ജോലി ചെയ്താലും എന്ത് കാര്യം ചെയ്താലും ഒരു വിജയമില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ആയിരിക്കുന്ന ചിന്തയ്ക്ക് ഉടമയായ വ്യക്തികളായിരിക്കാം പ്രിയപ്പെട്ടവരെയും. എന്നാൽ ഇന്ന് ഈ സമയത്ത് നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ മധ്യേ നമ്മുടെ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. യേശു ഈ മനുഷ്യനെ കണ്ടു. കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കുന്നു. അനാഥത്വം അനുഭവിക്കുന്നവർ, രോഗപീഠയിൽ ഇരിക്കുന്നവർ, പരിശ്രമങ്ങൾ അത് നഷ്ടപ്പെട്ടു പോയവർ, വിഫലമായി പോയവർ, നിരാശയുടെ നടുവിലിരിക്കുന്നവർ യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ, സ്വർഗസ്ഥനായ ദൈവം അവരുടെ ജീവിതത്തെ മാറ്റി മറയ്ക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും സുന്ദരമായൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. നമ്മെ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഈ സൗഖ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും വിശുദ്ധിയിലേക്കും കൃപയിലേക്കുമാണ്. നിങ്ങൾ ആരായിരുന്നാലും, ഏത് ജാതിയിലെ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പിശാചിന് അടിമപ്പെട്ട്, പാപത്തിന് അടിമപ്പെട്ട് ദൈവത്തെ മറന്നു ജീവിക്കുമ്പോൾ പിശാച് ആഗ്രഹിക്കുന്നത് നമ്മെ ഏകാന്തതയിൽ ഇടാനും, നമ്മെ രോഗത്തിലിടുവാനും, നമ്മെ പ്രയാസത്തിലിടുവാനും, മാനസിക ക്ലേശങ്ങളിൽ തള്ളിയിടാനും, വളരെ സങ്കടത്തോടെ ജീവിപ്പിക്കുവാനുമാണ്. എന്നാൽ യേശുവിനെ ഒരു മനുഷ്യൻ കണ്ടെത്തുന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ ജീവിതം കൂടുതൽ അനുഗ്രഹമാകുന്നു. ദൈവം അദ്ദേഹത്തെ സഹായിക്കുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ സമ്മാനിക്കുന്നു. അപ്പന്റെ മക്കളായി വിശുദ്ധിയോടുകൂടെ സ്വർഗീയ പൗരത്വം സ്വീകരിച്ച് ജീവിക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം ആഗ്രഹമുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി പറയ, കർത്താവ് എനിക്കത് ആഗ്രഹമുണ്ട്.
അപ്പൊ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വരും, നിന്നെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്രൂശിൽ മരിച്ചത്, എന്റെ രക്തം ചിന്തിയത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ രക്തത്തെ അവകാശമായി പറയും, കർത്താവേ എനിക്ക് വേണ്ടി ചിന്തിയ രക്തത്താൽ എനിക്കൊരു വിടുതൽ തരണം, ഞാൻ ഇനി നിന്റെ മകനായി ജീവിക്കും, മകളായി ജീവിക്കും, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കും, ഇനി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പാപം ചെയ്യില്ല, ഞാനിനെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കില്ല. ഇങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ ദൈവബന്ധം നിങ്ങളെ സഹായിക്കും. ഒരു പുതിയ മനുഷ്യനാകും, ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി തീരും നിങ്ങൾ. നിങ്ങളുടെ പഴയത് കഴിഞ്ഞു പോകും, ക്രിസ്തു നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷ കേട്ട് വചനം കേട്ട് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, ഇവരുടെ മേലുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇവരുടെ മേലുള്ള അനാഥത്വം, ഏകാന്തത, നിരാശ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഇവർ ക്രിസ്തുവിന്റെ മക്കളായി ഇപ്പോൾ രൂപാന്തരപ്പെടട്ടെ. ഈ ശബ്ദം കേൾക്കുന്നവർ ദൈവം കൊണ്ടുവന്നവരാണ് നിങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം ഇവരുടെ മധ്യ വ്യാപരിക്കട്ടെ. ഇവരുടെ കുടുംബ പശ്ചാത്തലം ഈ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിന്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനോടുള്ള ബന്ധത്തിൽ അവരുടെ കുടുംബ പശ്ചാത്തലം അനുഗ്രഹമായി മാറട്ടെ. സകല സാത്താന്യ ശക്തികളും ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും വൈകുന്നേരം 8 മണി മുതൽ 1 മണിക്കൂർ സമയം നമ്മൾ ഈ സ്ലോമോയുടെ യൂട്യൂബ് ചാനലിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും ആ പ്രാർത്ഥനയിൽ പങ്കുചേരണം. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹീതരാകും. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സ്നേഹവും കരുണയും കൃപയും എല്ലാം സ്വീകരിക്കാൻ സാധ്യമാകും. നിങ്ങളുടെ 1 മണിക്കൂർ സമയം നിങ്ങൾ അതിനുവേണ്ടി ചെലവിടുമ്പോൾ ബാക്കിയുള്ള 23 മണിക്കൂർ സമയവും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തരും. ദൈവം നിങ്ങളെ വാഴ്ത്തും. നമുക്ക് ഒരുമിച്ച് ദൈവത്തോടു കൂടെ വളരാനും ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാനും അത്യുന്നതൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സ്വർഗീയ അനുഗ്രഹവും നിങ്ങളോട് എല്ലാവരോടും എല്ലാ സമയത്തും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.